ഹലോ കൂട്ടുകാരെ, ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന അവലോസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചായൻ്റെ കടിയായിട്ട് ഉപയോഗിക്കുന്നത്. ബേക്കറി സാധനങ്ങളൊക്കെ നമുക്ക് കഴിയുന്നതും വർജിക്കാം. ഇതുപോലെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെച്ചാൽ. പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്, പുതിയൊരു സംരംഭത്തിലേക്ക് എങ്ങനെയാണ് കാലെടുത്ത് വെക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. ഒരൊറ്റ കാര്യം മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞാൽ മതി. അതായത് നമുക്കിതൊന്നും പറ്റൂല, ഇതൊക്കെ ഒരുപാട് ആരോഗ്യമുള്ളവർക്കേ പറ്റൂ എന്നുള്ള ഒരു തോന്നൽ. സംരംഭകർക്കായി അവലോസ് പൊടിയുടെ ചില്ലറ ടിപ്സുകൾ വിവരിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കരുതേ. ആദ്യം നമുക്ക് അവലോസിനായിട്ടുള്ള നമ്മൾ സാധാരണയായിട്ട് അരിപ്പൊടിയാണല്ലോ എടുക്കല്ലേ. പലതരം പൊടികൾ കൊണ്ട് നമുക്ക് അവലോസ് ഉണ്ടാക്കാം. ഇവിടെ ഞാനിപ്പോൾ ഇന്ന് എടുക്കുന്നത് അമൃതം പൊടിയാണ്. അംഗൻവാടികളിൽ നിന്ന് കുട്ടികൾക്ക് കഴിക്കാൻ കിട്ടുന്നൊരു മാൾട്ട് ഫുഡാണ് അമൃതം പൊടി. അപ്പോൾ ഇത് പല വീടുകളിലും കുട്ടികളും അമ്മമാരും ഒന്നും കഴിക്കാതെ ഇതിങ്ങനെ വേസ്റ്റ് വരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നമുക്ക് അത് അവലോസ് ഉണ്ടാക്കി പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. ഈ അവലോസ് ഒരു കിടിലൻ സംരംഭം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തൊരു കാര്യം വെച്ച് അവലോസ് ഉണ്ടാക്കിയോ അതിന് നല്ലതായിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാവേ. ഈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ ഇടാം. അതിൽ മെയിനായിട്ട് വരുന്നതാണ് കരിഞ്ജീരകം അല്ലെങ്കിൽ എള്ള്. പിന്നെ തേങ്ങ ധാരാളമായിട്ട് ഉപയോഗിക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അവലോസിന് രുചി ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് മറ്റെല്ലാ ഫുഡിലും നമ്മൾ ചേർക്കുന്നത് പോലെ ഒരല്പം ഉപ്പ്, അത് കല്ലുപ്പ് പൊടിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സ്പൈസസ് ആഡ് ചെയ്യാം, നല്ല ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട്. അതിന് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഏലക്കായുടെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ടൈപ്പിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ച് എല്ലാം കൂടെ യോജിപ്പിച്ച് പാകപ്പെടുത്തി വെച്ചേക്കണം. ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സ്പൈസസൊക്കെ നമ്മൾ നേരത്തെ കഴുകി ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പ്രയാസപ്പെടും. ഇതേപോലെ അടുപ്പ് കത്തിച്ചിട്ട് തന്നെ അവലോസ് ഉണ്ടാക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവലോസ് ഉണ്ടാക്കണമെങ്കിൽ ചെറിയൊരു ഗ്യാസിൻ്റെ സ്റ്റൗ ആയാലും മതി. നമ്മൾ നിരന്തരം ഇളക്കിക്കൊണ്ട് നിൽക്കണമെന്ന് മാത്രം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. പിന്നെ പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ അമൃതം പൊടി കൊണ്ടാണ് അവലോസ് ഉണ്ടാക്കി പഠിക്കുന്നത് വെച്ചാൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. തീ കൂടാനേ പാടില്ല. തീ വളരെ കുറഞ്ഞ നിലയിലേ കത്താനും പാടുള്ളൂ. ഇപ്പോൾ മില്ലുകളിലൊക്കെ വറുത്ത് വെച്ച അവലോസ് ലഭ്യമാണ്. പക്ഷേ അതിന് നമ്മൾ മാനുവലായിട്ട് അടുപ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അവലോസിൻ്റെ അത്രയും രുചി കാണില്ല. അവിടെ ഇവിടെ ഒരു കട്ടയൊക്കെ ആയിട്ട് എന്തോ ഒരു രുചി നഷ്ടപ്പെട്ട ഒരു പ്രതീതിയാണ് ആ അവലോസ് കഴിച്ചാൽ നമുക്കുണ്ടാവുന്നത്. അമൃതത്തിൻ്റെ അവലോസ് ഉണ്ടാക്കുമ്പോൾ ഞാനീ പറഞ്ഞ ഒരൊറ്റ കാര്യം മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. ഈ അടിക്ക് പിടിക്കുന്ന വിഷയം കണ്ടോ, ഞാനിപ്പോൾ ഒരു പാത്രം മാറ്റേണ്ടി വന്നു. അപ്പോൾ ഇതേപോലെ അടുക്ക് പിടിക്കുന്ന കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രം അടുത്ത് തന്നെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, ഒരു എമർജൻസിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂട്ടുകാരെ, സംസാരിച്ച് നേരം പോയതറിഞ്ഞില്ല. നമ്മുടെ അമൃതം പൊടിയുടെ അവലോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതിന് എന്തുകൊണ്ടാണെന്നറിയില്ല, നല്ല മധുരമുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഒരു പക്ഷേ ഷുഗർ ചേർത്ത് കാണും, അതുകൊണ്ടായിരിക്കണം. അല്ലാതെ ഇത്രയും മധുരം കാണില്ല. അപ്പോൾ ഷുഗർ പേഷ്യൻസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് അവലോസ് ഉണ്ടാക്കി നോക്കി പഠിക്കാൻ പറ്റിയ ഒരു ടെക്നിക്ക് തന്നെയാണ് നമ്മുടെ അമൃതം പൊടി. ആക്ച്വലി ഞാനിവിടെ ഷുഗർ ചേർക്കാത്ത അവലോസാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. കാരണം അത് ആകുമ്പം ഷുഗർ വേണ്ടവർക്ക് കഴിക്കുന്ന സമയത്ത് ആഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് അത് നല്ല സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് ഞാൻ രാഗി വെച്ചിട്ടാണ് അവലോസ് ഉണ്ടാക്കുന്നത്. ഈ ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് രാഗിക്കും ഉള്ളത്. നേരത്തെ ഞാൻ രാഗിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു യൂട്യൂബിൽ. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. കൂട്ടുകാരെ, ഞാൻ ചെയ്യുന്ന മറ്റൊരു സംരംഭമാണ് സ്പ്രൗട്ടഡ് രാഗി പൗഡർ. ഈ സ്പ്രൗട്ടഡ് രാഗി പൗഡർ ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് നമ്മളിത് കുറുക്കിനുള്ള പൊടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറുക്കിനുള്ള പൊടിയാകുമ്പോൾ ഇത് നന്നായിട്ട് തരിച്ചെടുത്തിട്ട് വറുത്ത് തണച്ചിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ തരിച്ചിട്ട് ഒഴിവാക്കുന്ന തരികളുണ്ടാവുമല്ലോ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം രാഗിയല്ലേ, വളരെ ഹെൽത്തിയല്ലേ. അപ്പോൾ നമ്മൾ ഈ തരി വെച്ചിട്ടാണ് രാഗിയുടെ അവലോസ് ഉണ്ടാക്കുന്നത്. പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ. എന്നാലും ചില്ലറ പരിഷ്കാരങ്ങളൊക്കെ നമുക്ക് ഓരോന്നിനെയും ഓരോ പൗഡറിനെയും നമുക്ക് വ്യത്യസ്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. അതായത് ചെറിയുള്ളി ചേർക്കാം, പിന്നെ അതേപോലെ ചുക്കിൻ്റെ പൗഡർ ചേർക്കാം, അങ്ങനെയെല്ലാം ചെയ്യാം. അപ്പോൾ നോക്കൂ, മില്ലിൽ നിന്ന് വളരെ നൈസായിട്ട് പൊടിച്ച പൊടിയാണ്, എന്നാലും അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തരികളാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിത് പുട്ടുപൊടിയായിട്ടും യൂസ് ചെയ്യും, അവലോസിനുള്ള പൊടിയായിട്ടും യൂസ് ചെയ്യുന്നു.
അവലൂസ് ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് കുറേ നേരം നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാല് കഴിച്ചിലും കാലുവേദനയും. അപ്പോൾ നമുക്ക് അടുപ്പ് ഇരുന്നിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇരുന്ന് അടുപ്പ് സെറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റൂളിലോ മറ്റോ ഇരുന്നിട്ട് വറുത്ത് കൊടുക്കുക. അതേപോലെ 2 പേര് നിന്നിട്ട് വറക്കുക എന്നുള്ളൊരു സിസ്റ്റവും ആക്കിയെടുത്താൽ നമുക്ക് ഈസി ആയിട്ട്, അതായത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ തന്നെ അവലൂസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, എനിക്കറിയാവുന്ന ചില്ലറ ടിപ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻസിൽ രേഖപ്പെടുത്തിയിരിക്കണേ. നമ്മുടെ ചാനലിലെ വീഡിയോസിന് നിങ്ങൾ തരുന്ന ഈ വലിയ സപ്പോർട്ടുണ്ടല്ലോ, അതൊന്ന് മാത്രമാണ് നമുക്ക് പുതിയൊരു വീഡിയോ മേക്ക് ചെയ്യാനുണ്ടാകുന്ന ഒരു പ്രേരണ. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പിലുള്ള വീഡിയോസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ആവശ്യപ്പെട്ട കുറേയേറെ പൗഡറുകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഡിലേ വരുന്നതിന് ക്ഷമിച്ചേക്കണേ. നമ്മൾ ഹൈജീനിക്കായിട്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾക്കും ഡിലേ നേരിടുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.